ഇന്ന് ധനുമാസത്തെ തിരുവാതിര. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ദീർഘസുമംഗലിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിഞ്ഞവർ ഇത് എടുക്കണത്, ഈ വ്രതം എടുക്കണത്. പക്ഷേ കല്യാണം കഴിയണതിന് മുമ്പ് കുട്ടികൾ എടുക്കുന്നത് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടോ. അങ്ങനെയാണ് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം പ്രധാനമായിട്ട് കുവ രാവിലെ വരകും. കുവ വരകിയത്, പിന്നെ അതുപോലെ തന്നെ ഇളനീര്, പിന്നെ കുറച്ച് ചിപ്സ്, പപ്പടം, പഴം പുഴുങ്ങിയത്, ഇതൊക്കെയാണ് രാവിലെ കഴിക്കുക. വ്രതമാണ് കേട്ടോ, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഗ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് ചെറുതിൽ ഈ നോമ്പെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത്രയും സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞി പുഴുക്കും. എൻ്റെ അമ്മ വെള്ളപ്പയറും കായും മത്തനും ഇട്ടിട്ടാണ് പുഴുക്കുണ്ടാക്കിയിരുന്നത്. പക്ഷെ ഞാൻ പിന്നീട് ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞതിൽ 8 കിഴങ്ങിടണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള പുഴുക്കാവുള്ളൂ, എട്ടങ്ങാടി പുഴുക്ക് എന്നാണ് പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ 8 ഇട്ടില്ല. കിട്ടിയ കിഴങ്ങൊക്കെ വെച്ച് ചേമ്പും ചേനയും കൂർക്കൊക്കെ വെച്ചിട്ട് ഒരു പുഴുക്കുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കണ്ടോ രാവിലെ കഴിക്കുന്നത് കണ്ടോ, ഭയങ്കര ഹെവിയാണ്. പിന്നെ ആരോഗ്യത്തിന് നല്ലൊരു ഇതാണ് കേട്ടോ. കുവയൊക്കെ വയറിന് നല്ല സാധനമാണല്ലോ. ചിപ്സും പപ്പടമൊക്കെ എണ്ണയിലായതുകൊണ്ട് അതിന് ഞാൻ നല്ലതെന്ന് പറയില്ല. നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ നല്ലത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും കൂടി കഴിക്കും. അപ്പോൾ അതും നല്ലൊരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഗോതമ്പിൻ്റെ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എല്ലാ സാധനവും, പുഴുക്കും അതുപോലെ തന്നെ കൂവ വരകിയതും ഒക്കെ ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തുണ്ടാക്കിയാലും ഞാൻ ഓഫീസിലും ഒരു പങ്ക് കൊടുക്കുകയെ. അപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇതാണ്. കുട്ടിക്കും തിരുവാതിര വ്രതമാണോ എന്നൊരു സംശയമുണ്ട്, നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചയായപ്പോൾ ഞാനത് ഓഫീസിൽ കൊണ്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എല്ലാവരും കഴിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ പിന്നെ ഈ ദിവസത്തിനെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ തിരുവാതിര കളിക്കും, അതുപോലെ തന്നെ പാതിര പൂച്ചൂടലുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ ഉറക്കൊഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ മകയിര എടുത്തു കഴിഞ്ഞാൽ മക്കൾക്കും, തിരുവാതിര എടുത്താൽ ഭർത്താവിനും എന്നാണ് പറയുക. നമുക്കുള്ള ദിവസം ഏതാണെന്ന് എനിക്കറിയില്ല. നമ്മൾ വ്രതം എടുക്കാനുള്ള ആൾക്കാരായിരിക്കും ചിലപ്പം, അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി ശരിക്കും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഗോതമ്പിൻ്റെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഫ്രൂട്ട്സാട്ടോ കഴിച്ചത്. കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ വ്രതവും കഴിഞ്ഞു. ഈ ഫ്രൂട്ട്സ് മുഴുവൻ കഴിച്ചില്ല, കുറച്ച്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തിരുവാതിര.